നമസ്കാരം, സൗമ്യയാണ്. ലൈഫ് ഓഫ് ഫാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ പരിപാടി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. വന്നപ്പോൾ ഭയങ്കര തിരക്കായി. ഇപ്പോൾ കുറച്ച് നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതാണ് ഈ കോലത്തിലൊക്കെ വന്നപ്പോൾ ഈ കോലമായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഉണ്ടുള്ളത്, അതായത് കുട്ടികളുടെ ഡാൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കല്യാണത്തലേൻ്റെ രാത്രിയിലുള്ള പരിപാടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിടാൻ കുറച്ച് ലേറ്റായി പോയാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. പനിയായിരുന്നു, പനിയും ജലദോഷമൊക്കെ ആയിട്ട് എൻ്റെ സൗണ്ട് മൊത്തമായിട്ട് പോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ആഴ്ചയായി സൗണ്ട് പോയിട്ടൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അതിങ്ങനെ ലേറ്റ് ആയാൽ പഴയ വീഡിയോ ആയി പോകുമല്ലോ, അതായത് നമുക്ക് ആ ഡേറ്റിന് ഇടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ആയി കേട്ടോ ഈ വീഡിയോ ഇട്ടിട്ട്. അപ്പം എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. നമ്മളെ കല്യാണത്തലേന്നുള്ള എല്ലാ പരിപാടിയും, കല്യാണത്തിൻ്റെ അന്നത്തെ പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോയാൽ മതി കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പം 2 അച്ഛമ്മമാരെയും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ആ ചുമന്ന വണ്ടി കയറുന്നുണ്ട്. പിന്നെ കറുത്ത വണ്ടിയിൽ ബാക്കിയുള്ള കുറേ പേരും കയറുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാമിലി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കല്യാണം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇത് വന്നത്, ഇങ്ങനെ പനിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫാമിലി ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്താനായി. കറക്റ്റ് പറഞ്ഞാൽ ഞെട്ടിക്കുളത്താണ് കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം ഉള്ളത്. ഈ ഇങ്ങനെ തിരിയുന്ന റൈറ്റിലേക്ക് തിരിയുന്ന മുന്നിൽ പോണത് നമ്മുടെ വിജയശേട്ടൻ്റെയൊക്കെ കാറാണ്, ഈ സിയാസ് പറയുന്നത്. അപ്പം ഈ ലെഫ്റ്റിലേക്ക് ഈ പോണ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ച ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ഈ റോഡിനാണ് കേട്ടോ. കുറേ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക, അതായത് ഒരു ഗ്രൂം ടു ബി ചെക്കനെ വെച്ച് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്, അവരുടെ കുറച്ച് ഡാൻസ് പറഞ്ഞാൽ അപ്പം പാട്ട് കൊടുത്തിട്ട് അപ്പം കളിക്കുന്ന ഒരു ഡാൻസ്, അല്ലാതെ ഒരുപാട് ഡാൻസ് പഠിച്ചു വന്ന ഡാൻസൊന്നും അല്ല കേട്ടോ. പഠിച്ചു വന്ന ഡാൻസ് നാളെയാണ് അവർ കല്യാണത്തിനാണ് കളിക്കുക. അപ്പം അവരുടെ ചെറിയ ചെറിയ ഡാൻസും, അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്ത് കുറച്ച് ചേട്ടന്മാരുണ്ട്, അവർ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ നല്ല പ്രായത്തിൽ അവർക്ക് അവസരം ലഭിക്കാതെ ഇരുന്നിട്ട്, അതേപോലെ അങ്ങനെ പറയില്ല നമ്മൾ, അതായത് നല്ല കഴിവുണ്ടായിട്ടും അവസരം ലഭിക്കാതെ പോയ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അതേപോലത്തെ അതാണ് കേട്ടോ. കാരണം അത്രയും നന്നായി പാട്ട് പാടുന്ന ചേട്ടന്മാരാണ്. അപ്പം അവർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ചേട്ടന്മാരുടെ കുറച്ച് പാട്ടും കൂടി ആയിക്കോട്ടെ, സംഭവം കളർഫുള്ളാവും. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് എൻ്റെ ഇരട്ടിയപ്പൊക്കെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത്, ഒരു നേരത്തെ വന്നതാണ്. പാട്ടില്ലെങ്കിൽ കൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റും കിട്ടുമ്പോൾ അപ്പോൾ ഏകദേശം നമ്മുടെ ഈവനിങ്ങത്തെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടോ. കണ്ണനും തേജൊക്കെ ഭയങ്കര കൂട്ടായി. നമ്മൾ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണല്ലോ റിലേറ്റീവ്സും എല്ലാവരും വന്ന് കുറച്ചും കൂടി നമ്മൾ അറ്റാച്ച്ഡ് ആവുക. മറ്റെല്ലാവരും സ്കൂളിൽ പോലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും കാണാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഈ ചെയർ കുറച്ചും കൂടെ നീക്കിയിടാനുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പരിപാടിക്ക് മാത്രമല്ല, നാളെ എല്ലാവരും വരുമല്ലോ. അപ്പം രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. കണ്ണമ്മോ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ കുട്ടീനെ ഈ വരുന്ന വരവിലാട്ടോ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണനെ വിട്ട് നിൽക്കാൻ തന്നെ തോന്നൂല കേട്ടോ. കാരണം ഓൻ ജനിക്കുമ്പോഴോ ഒന്നും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. കണ്ണന് 1 വയസ്സായി 3 മാസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കണ്ണനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ എന്തോ എപ്പോഴും കാണുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇവിടെ ഓടിക്കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2 അച്ഛമ്മമാരെ മുന്നിൽ തന്നെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് കേട്ടോ, അവർക്ക് പ്രോഗ്രാംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അച്ഛമ്മമാരോട് ചോദിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വേണോ, ഓക്കെ അല്ലേ എന്നൊക്കെ. അങ്ങനെ എല്ലാവരും തകൃതിയായിട്ടുള്ള ഓരോരോ പണിയിലാണ്. അഞ്ജു ചേച്ചിയും അശ്വതി ചേച്ചിയും വിജയശേട്ടനും അച്ചാച്ചനും, എൻ്റെ അച്ഛനാണത് കാവ്യമുണ്ടെടുത്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ പണിയിൽ ഓരോ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ, ചെറിയ സിമ്പിളായിട്ടുള്ളതാണ്. ഗ്രൂം ടു ബി കണ്ടപ്പോൾ കാണുന്നത് കുഞ്ഞിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്യാനായി എല്ലാവരും സ്റ്റേജിലേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങൾ കാണാൻ ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകട്ടെ കേട്ടോ. കേക്ക് മുറിക്കട്ടെ, കേക്ക് മുറിക്കട്ടെ.
നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഒരു ചെറിയൊരു കേക്ക് മുറിയോടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, കുഞ്ഞിൻ്റെ അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും കസിൻസും എല്ലാവരും ഉണ്ട്, അമ്മാവനും അമ്മായി എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ഒക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം നല്ല അടിപൊളിയായി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ. ഇടുക്കിയിൽ നിന്നുള്ള ഫാമിലി കേട്ടോ. നമുക്ക് ഇടുക്കിയിൽ ഇതിലേറെ ആളുകൾ ഇടുക്കിയിലുണ്ട്. ഇത്രയും ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ബസ് ആൾക്കാർ ഇടുക്കിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരുണേട്ടൻ ഇവിടെ ഓടി ഓടി തളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനൂപിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോ എടുക്കലാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ അച്ചമ്മയാണ് ഇത്, സുമിയുടെ അച്ചമ്മയാണ്. എല്ലാവരും ഈ ഫോട്ടോ എടുക്കാൻ കുട്ടികളുടെയും ഞങ്ങളുടെയൊക്കെ വിവിധയിനം കലാപരിപാടികളുടെ ആരംഭിക്കാനുള്ളതാണ്. അപ്പോൾ അമ്മമാരെയും അമ്മായിമാരെയും ചേച്ചിമാരെയും അനിയത്തിമാരെയും അടിയന്മാരെയൊക്കെ പ്രത്യേകം രീതിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വേണം സ്റ്റേജിലേക്ക് വരിക, ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സ്റ്റേജിലേക്ക് കടന്നു തുടങ്ങുക. ചെറുക്കൻ്റെ അമ്മയുടെ കുടുംബക്കാർ, ചെറുക്കൻ്റെ അമ്മേനോട് പോകാൻ പറ. ചെറുക്കൻ്റെ അമ്മയുടെ കുടുംബക്കാർ. കണ്ണ മാമുണ്ണാണോ അമ്മതവിടെ? മാമി വിളമ്പില്ലേ? വേണ്ട. ആയിരം
അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഡാൻസിൻ്റെയും ചേട്ടന്മാരെ പാട്ടിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ ഇടാം കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടണതുകൊണ്ട് കേട്ടോ എല്ലാം ഇച്ചിരി പോർഷനായിട്ട് ഇട്ടത്. അത് നമ്മുടെ കുഞ്ഞാവിയും തക്കുടും ഒക്കെ ഡാൻസ് കളിച്ച് കുഴങ്ങിയിരിക്കുകയാണ്. പിന്നെ അരുണേട്ടൻ്റെ ചേച്ചീൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കസിൻ ചേച്ചീൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ ഡാൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ മതിയായിരിക്കും. ബൈ ബൈ.